ഹലോ ഗൈസ്, വെൽക്കം ടു ചിൽ വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ 2 അരാപ്പേമനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇന്ന് അതിൻ്റെ ആദ്യത്തെ ഫീഡിങ് വീഡിയോ ആണ്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ഫീഡിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ അരാപ്പേമനെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് ഞാൻ വാങ്ങിച്ചപ്പോൾ 6.5 ഇഞ്ചായിരുന്നു. 6.5 ഇഞ്ച് നീളമായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ഒരെണ്ണത്തിന് ഒരു ഇച്ചിരി ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ അത് അടുത്ത് വരുമ്പോൾ അധികം ബ്ലാക്ക് ആയിട്ട് നമുക്ക് തോന്നിക്കത്തില്ല. നിങ്ങൾ ഇത്ര ദൂരത്ത് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരെണ്ണം അത്ര ബ്ലാക്ക് ഒന്നുമല്ല, ഇച്ചിരി ലൈറ്റ് കളറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോണ കൊഴുവയാണ്. നമ്മുടെ നാട്ടിൽ കൊഴുവ ചൂടൻ എന്നൊക്കെ പറയണ മീനാണ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2-3 പീസായിട്ടാണ് മീൻ കട്ട് ചെയ്യുന്നത്. കാരണം ഇത്രയും വലുത് ഇപ്പോൾ അത് കഴിക്കാനായിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഇത്രയും വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴത്തെ മീനൊക്കെ നല്ല നെയ്യായതുകൊണ്ട് എണ്ണമയം നമ്മൾ വെള്ളം പെട്ടെന്ന് അഴുക്കാവും, അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നന്നായിട്ട് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുകയില്ല, അത് കഴിക്കാനായിട്ടില്ല. ഇത്രയും വലുത് നമുക്കത് കഴിക്കാൻ ഇപ്പോൾ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കുന്ന ആ ഒരു മൂലക്കായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, എന്നാലേ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടത്തുള്ളൂ. അപ്പോൾ നമ്മളത് അടുത്ത് ഇട്ട് കൊടുക്കുവാണ്. അത് കണ്ടിട്ടില്ല, ഒരു സൈഡിൽ ഒന്ന് കിടപ്പുണ്ട്, അതെടുത്തിട്ടുണ്ട്. നമ്മളത് അടുത്ത് ഇട്ട് കൊടുത്ത് അതും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം കൊടുത്ത് ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് വരെയൊക്കെ ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ അടുത്ത കൊടുക്കുന്നത്. നമ്മളെല്ലാം കൂടെ ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം ആ ഒരു ആക്രാന്തത്തിൽ എല്ലാം എടുത്ത് വായിലോട്ട് വെച്ച് ചവക്കാൻ പറ്റാതെ അത് തുപ്പിക്കളയും. അപ്പം ഞാനിത് ഓരോന്ന് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത കൊടുക്കത്തുള്ളൂ, അല്ല എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഓരോന്ന് കഴിച്ചതിന് ശേഷമാണ് അടുത്ത ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പീസ് നമുക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ ഈ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൈഡിൽ ഇട്ടാൽ അത് കൂടുതൽ ശ്രദ്ധിക്കത്തുള്ളൂ. നടുക്കോട്ടൊന്നും അധികം ഇത് വരുന്നില്ല. സൈഡിൽ ആ റൗണ്ട് സൈഡിൽ കൂടെ ആണ് കിടന്ന് ഇത് നീന്തുന്നത്, അതുകൊണ്ട് നടുക്കോട്ടൊന്നും അധികം വരാത്തതുകൊണ്ടാണ് നമ്മൾ ആ സൈഡിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന ഭയങ്കര ഫാസ്റ്റിലാണ് വന്ന് ഫുഡ് എടുക്കുന്നത്. ആ ഒരു ഇതിപ്പോൾ ഇച്ചിരി നിന്ന്, കാരണം ആദ്യം അവന് നല്ല വിശപ്പുണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് വന്ന് ഫുഡ് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ആണ് ഫുഡ് എടുക്കുക. അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഫസ്റ്റ് ടൈം കൊടുക്കുന്ന പോലെ. നമ്മൾ അടുത്തൊരു പീസ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പീസ് ആ ഒരു കൂടൊക്കെ ഒന്ന് കിടക്കുക, അത് കണ്ടിട്ട് എടുക്കാൻ ഞാനെന്നാണ് തോന്നുന്നത്. വിശപ്പ് മതിയാണ്, നമ്മൾ രാവിലെ കൊടുത്തായിരുന്നു, നേരത്തെ ഒന്ന് കൊടുത്തായിരുന്നു ഫുഡ്. അത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഈ തലയിട്ട് കുലുക്കുന്ന പറഞ്ഞാൽ അത് ക്രഷ് ചെയ്യുന്നതാണ്, അത് ചവച്ച് നന്നായിട്ട് കഴിക്കുന്നതാണ്. നമുക്ക് ലാസ്റ്റ് ഒരു പീസും കൂടെ ഉണ്ട്.
അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരു പീസും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു അപ്പർ സൈഡ് വരുമ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ആ ഒരു മുളക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എനിക്ക് ഇതിനെപ്പറ്റി പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മീൻ അധികം ലൈവ് ഫുഡ് കൊടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പീനെ, ഗോൾഡ് ഫിഷും, ജീവനുള്ള ഗോൾഡ് ഫിഷ്, ഗപ്പീനെ ഒന്നും അധികം കൊടുക്കരുത്. എപ്പോഴും കൊടുക്കരുതെന്നല്ല, അധികം ആഴ്ചയിലൊക്കെ ഒരു വട്ടം 1-2 വട്ടമൊക്കെ കൊടുക്കാം. അല്ലാതെ എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഈ ഡെഡായിട്ടുള്ള മീനെ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന മീനെ ഒന്നും കഴിക്കാനായിട്ടുള്ളൊരു കഴിക്കുകയല്ല അങ്ങനെ. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്, നമ്മളങ്ങനെ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് എപ്പോഴും ലൈവ് തന്നെ വേണ്ടി വരും, ലൈവ് ഫുഡ് തന്നെ എപ്പോഴും അതിന് വേണ്ടി വരും. പിന്നെ നമ്മൾ വേറെ എന്ത് കൊടുത്താലും അത് കഴിക്കുകയല്ല. ഇത്രയും ചെറിയ മീനൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും, കഴിക്കാതിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ലൈവ് ഫുഡ് അധികം കൊടുക്കാതിരിക്കണത് നല്ലത്. ഞാനിപ്പോൾ തന്നെ ലൈവ് ഫുഡ് ആദ്യം ഞാൻ കുറേ ഗപ്പീനെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാനിങ്ങനെ ഈ മീനൊക്കെ, ചത്ത മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അധികം ലൈവ് ഫുഡൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഗപ്പീനൊക്കെ നമ്മൾ എപ്പോഴും അത് നമുക്ക് പറ്റത്തില്ല, എപ്പോഴും നമുക്ക് ലൈവ് കൊണ്ട് ഫീഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഡെഡായിട്ടുള്ള മീനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും. ചെമ്മീനൊക്കെ കൊടുത്താൽ നല്ല ക്വാളിറ്റിയും കളറൊക്കെ നല്ല രീതിയിൽ വരുമെന്നാണ്. അപ്പം അങ്ങനെയുള്ള ഫുഡ് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.